തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചറിവാണ്. നായക നിരയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയ ഈ ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും നല്ല രീതിയിൽ തന്നെ ഇത് സന്തോഷിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതെല്ലാം കോമഡിയുടെ ട്രാക്കിലൂടെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കുടംകുളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഗുഡ് മൂവി, അടിപൊളിയുണ്ട്. ഒരു ക്ലാസ് മൂവിയാണ്. അത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു മൂവി എന്നുള്ളത്. കോമഡി, ഒരുപാട് കോമഡി ഉണ്ട് ഇതിനകത്ത്. എല്ലാം മിക്സഡ് ആയിട്ട് നമുക്ക് സാധനം കുറെ കാലത്തിന് നല്ല സക്സസ് ആവുന്ന ഒരു പടം. പിന്നെ രാഷ്ട്രീയപരമായിട്ടും കോമഡി എല്ലാം മിക്സഡ് ആയിട്ട് സാധനം. ഒരു അവിയൽ സാധനം നന്നായി ചെയ്യുന്നുണ്ട്. പടം നന്നായി എഴുതുന്നുണ്ട്. സെന്റിമെന്റ്സ് നല്ലോണം ഉണ്ട്. നല്ല മൂവി, ഹിറ്റ് ആവുന്ന ഒരു മൂവിയാണ്. അല്ല, ഇത് രാഷ്ട്രീയവും അതും എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യപ്പെട്ട ഫിലിമാണ്. ഒപ്പം നല്ല എന്റർടൈനറുമാണ്. ഒരു ലാഗൊന്നും ഇല്ല. ഫുൾ കോമഡി ഉണ്ട്. ഒട്ടനവധി സെന്റിമെന്റ്സ് ഉണ്ട്. നിവിന്റെ പെർഫോമൻസ് ഉയർന്ന. ഞാൻ ഫസ്റ്റ് ഹാഫേ ഉള്ളൂ. നിവിന്റെ പെർഫോമൻസ് ഉയർന്ന. നിവിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഒരു 4.5 കൊടുക്കാം. ലാഗൊന്നും ഇല്ല. ഫുൾ എന്റർടൈനർ ആണ്. കാരണം സെന്റിമെന്റ്സ് കോമഡി എല്ലാ എലമെന്റ്സും ഉണ്ട്. ആ ഒരു കാര്യം അനശ്വര നിവിൻ പോലെ ആ കോമഡി ശരിയായില്ല. കാരണം അത് പ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു നൈറ്റി മാത്രമേ കണ്ടുള്ളൂ. ഇല്ലെങ്കിൽ നല്ല മൂവിയാണ്. ഇറ്റാണ്ട് മൂവി തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ പടമല്ല, കുടുംബം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. ഞാൻ പറയല്ലോ, അവിയൽ ടൈപ്പ് ആയിട്ട് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നിവിൻ പോളി വീണ്ടും തിരിച്ചു വന്ന ഒരു നല്ല രീതിയിൽ പടം. പ്രത്യേകിച്ച് ജയൻ ശ്രീനിവാസന്റെ എടുത്തു പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടെ അതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ശരിക്കും അത്ര വലിയ റോളായി തോന്നിയില്ല എങ്കിൽ കൂടി മെയിൻ സബ്ജക്റ്റാണ് അതിന്റെ പ്രധാനമായിട്ട് സക്സസ് ആയിട്ട്. അടിപൊളി പടം. നിവിൻ പോളിയുടെ ഒരു അടിപൊളി തിരിച്ചുവരവാ. അടിപൊളി പടം, സൂപ്പർ പടം. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പടം. അത് ഫസ്റ്റ് ഹാഫ് കുറച്ചുള്ളൂ, പക്ഷെ എന്നാൽ അടിപൊളി പടമാണ്. പിന്നെ മഞ്ജു പിള്ള അടിപൊളിയായിട്ട് അഭിനയിച്ചു. അടിപൊളി നല്ല പടം. പുള്ളിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, ഒരുപാടില്ല, എന്നാലും നന്നായിരുന്നു. രണ്ടും നല്ല. നിവിൻ ചേട്ടനും ധ്യാൻ ശ്രീനിവാസന്റെ കോംബോ ആയിരുന്നു സൂപ്പർ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കില്ല കോവിഡിന്റെ ഒക്കെയാണ് സംഭവം. പിന്നെ ഇലക്ഷനും എല്ലാം കൂടിയും മിക്സ് ചെയ്തിട്ട് ഇലക്ഷൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സ്, കോമഡി ഉണ്ട്, ഇലക്ഷനും ഉണ്ട്, എന്റർടൈനിങ്ങും ഉണ്ട്, എല്ലാം കൂടി മിക്സ്. ഒരു പുതിയ രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കണം ദിജു ചേട്ടൻ. ഇവരുടെ കോമ്പിനേഷൻ, ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളി ചേട്ടന്റെ കോമ്പിനേഷൻ സൂപ്പറായിരുന്നു. അൻസരി രാജൻ ഇടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു നായികയുടെ നമ്മുടെ അൻസരി രാജന്റെയും നിവിൻ പോളി ചേട്ടന്റെയും ഫുള്ള് അവർ രണ്ടുപേരും കൂടിയും ഇങ്ങനെ ലവ് ആവുന്ന നമ്മൾ പ്രതീക്ഷിക്കില്ല. ലാസ്റ്റ് അൻസരി രാജന് ഇഷ്ടപ്പെടും. എന്റർടൈനിങ്ങും മോട്ടിവേഷനും എല്ലാം കൂടി മിക്സഡാണ്. അപ്പോൾ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണെങ്കിൽ നിവിൻ പോളി ഗംഭീരമായിട്ട് ഒരു കംബാക്ക് സിനിമയാണ്. തുറമുഖം 1983 വർഷങ്ങൾക്ക് ശേഷം മികച്ച തിരിച്ചുവരവേണ്ട സിനിമയാണ്. കാരണം വ്യത്യസ്ത നിറഞ്ഞ ഒരു ജനപ്രിയ പെർഫോമൻസ് ആണ് നിവിൻ പോളിയുടെ കരിയറിൽ നിന്ന് കിട്ടുന്നത്. ഫൈറ്റ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഹാസ്യമാണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും എല്ലാവരുടെ ചേരുവകളുള്ള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഓരോ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു മലയാളി ഉണ്ടാവും. മലയാളികൾ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ.